സ്വതന്ത്ര അംഗമാകാൻ മൂന്നാം വട്ടവും അങ്കത്തട്ടിൽ പയറ്റുകയാണ് കൊരട്ടി പഞ്ചായത്തിലെ ദേവമാതാ വാർഡിൽ ജെയ്നി ജോഷി. ഇത് 4ാം തവണയാണ് ജെയ്നി ജോഷി ജനവിധി തേടുന്നത്. കന്നിയംഗത്തിൽ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു. പിന്നീടുള്ള 2 വിജയങ്ങളും സ്വതന്ത്രയായി മത്സരിച്ചായിരുന്നു. ഇക്കുറിയും അങ്ങനെ തന്നെ. 2014 അപ്രതീക്ഷിതമായിട്ടായിരുന്നു മത്സരരംഗത്തേക്കുള്ള ജെയ്നിയുടെ കടന്നുവരവ്. ദേവമാതാ വാർഡിൽ കോൺഗ്രസിലെ റാണി പോൾ മരിച്ചതോടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നു. ഇതിന് പാർട്ടി കണ്ടെത്തിയത് ബസ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്ന ജോഷിയുടെ ഭാര്യ ജെയ്നിയെ. 1 വർഷമായിരുന്നു ആദ്യത്തെ കാലാവധി. 2015 തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജെയ്നിയെ തഴഞ്ഞ UDFന് ഭരണത്തിനായി ഇവരുടെ പിന്തുണ ആവശ്യമായി വന്നു. എന്നിട്ടും ഇരുമുന്നണികളുടെ അംഗസംഖ്യ തുല്യമായി. നറുക്കെടുപ്പിൽ ജെയ്നി ജോഷി വൈസ് പ്രസിഡന്റായി. എന്നാൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഭാഗ്യം തുണച്ചത് LDFിലെ കുമാരി ബാലനെ. പിന്നീട് 2 സ്ഥാനങ്ങളിലേക്കും അവിശ്വാസം വന്നു. ഇതോടെ കുമാരി ബാലൻ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് പുറത്തായപ്പോൾ കോൺഗ്രസിന് ജെയ്നിയുടെ പരാജയത്തോടെ ഉപാധ്യക്ഷ സ്ഥാനവും നഷ്ടപ്പെട്ടു. BJP അംഗം 2 അവിശ്വാസ പ്രമേയങ്ങളെയും അനുകൂലിച്ചതായിരുന്നു കാരണം. വീണ്ടും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കുമാരി ബാലനെ ഭാഗ്യം തുണച്ചു. എന്നാൽ ജെയ്നിക്ക് പകരം മറ്റൊരാളെ മത്സരിപ്പിച്ച UDFന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിക്കാനായില്ല. ഇതിനകം UDFുമായി മാനസികമായി അകന്ന ജെയ്നിയാകട്ടെ 2020 ത്രികോണ മത്സരത്തിൽ സ്വതന്ത്രയായി വിജയിച്ചു. എന്നാൽ ഒരു പക്ഷത്തും നിന്നില്ല. 16ാം വാർഡിലെ അവരുടെ അന്നത്തെ ഭൂരിപക്ഷം 16 വോട്ടുകളായിരുന്നു. ഇക്കുറിയും ദേവമാതാ വാർഡിൽ സ്വതന്ത്രയായി തന്നെ ജനവിധി തേടുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി.